നമസ്തേ, യോഗസിദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ പേരിലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അസിഡിറ്റി. അസിഡിറ്റി എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പലരിലും നമ്മുടെ സമയക്രമം തെറ്റുന്നത് കൊണ്ടും സമയത്തിന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും അമിതമായ ഭക്ഷണ രീതി കൊണ്ടും ഇനി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം പിന്നെ പലർക്കും ശാരീരികമായ മറ്റു അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലൊക്കെ ഈ അസിഡിറ്റി കാണാറുണ്ട്. അസിഡിറ്റി എന്ന് പറയുന്നത് വയറ് എരിച്ചിലായിട്ട്, വയറ് തികട്ടി വരുന്നതായിട്ട്, വായിലൊരു പുളിരുചി വരുന്നതായിട്ട്, ഗ്യാസിനോടനുബന്ധിച്ച്, അതുപോലെ തന്നെ വയറ് എരിച്ചില്, വയറിൻ്റെ അകത്തൊരു ചൂട് അനുഭവപ്പെടുക, ഇതൊക്കെ അസിഡിറ്റി ആയിട്ട് വരുന്നതാണ്. അതുപോലെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതിനുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. അതിന് സഹായിക്കുന്ന കുറച്ച് യോഗ ആസനങ്ങൾ അല്ലെങ്കിൽ യോഗ വ്യായാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും സുഖമായിട്ട് ഏത് സമയത്തും, രാവിലെയാണോ വൈകിട്ടാണോ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് സുഖമായിട്ട് ചെയ്യാവുന്ന, കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്യാവുന്ന യോഗ വ്യായാമങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഏത് പ്രായക്കാർക്കും ചെയ്യാം. കുട്ടികളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു കൂടുതൽ ഏജിലുള്ളവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാവുന്ന യോഗ വ്യായാമങ്ങളാണ്. നമ്മൾ എന്താന്ന് വെച്ചാല് ഇത് ശീലമാക്കുക തന്നെ ചെയ്യാം. നമ്മുടെ വയറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവം ഇല്ലാത്തവർക്കും എന്ത് ചെയ്യാം, ഇത് ചിലർക്ക് ചില സമയങ്ങളിൽ സ്ഥിരമായിട്ടുണ്ടാവുന്നവരുണ്ട്, പിന്നെ ചിലർക്ക് ഭക്ഷണ രീതി തെറ്റിയാലുണ്ടാവും, അപൂർവമായിട്ടൊക്കെ ഉണ്ടാവുന്നവരുണ്ട്. എല്ലാവരും ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം സുഖമായിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. എന്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തു നോക്കുക. ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ലളിതമായിട്ടുള്ള വ്യായാമങ്ങൾ തന്നെയാണ്. അപ്പൊ എന്റെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വജ്രാസന. അതായത് നമുക്ക് യോഗയില് നമ്മള് ഭക്ഷണത്തിനോട് രീതി അല്ലെങ്കിൽ നമ്മുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് സുഖമായിട്ട് ചെയ്യുന്ന ഒരു ആസനയാണ് വജ്രാസന. അത് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാവുന്ന ഒരു യോഗ വ്യായാമം കൂടിയാണ്. ഇതിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ കൂടുതലും നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റാറുണ്ട് സാധാരണ രീതിയിൽ. അപ്പൊ നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഇതൊരു ശീലമാക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട് ഒന്നില്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്കിതാ മുട്ടുകാലിൽ നിന്നുകൊണ്ട് നമ്മുടെ കാലുകളുടെ ഈ വിരലുകൾ പതിച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ആങ്കിളുകളിൽ അല്ലെങ്കിൽ കണങ്കാലുകളിൽ നമ്മുടെ ബട്ടക്സ് വശം വെച്ച് നട്ടില് നിവർന്ന് കൈകളിതാ കാൽത്തുടകളിൽ വെച്ച് കണ്ണുകൾ അടച്ചോ കണ്ണ് തുറന്നോ നമുക്കൊരു സാധാരണ ശ്വാസഗതിയിൽ നമുക്കൊരു അല്പനേരം വിശ്രമിക്കുന്നതാണ് വജ്രാസന എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ വജ്രാസന ചെയ്യേണ്ട വേറൊരു വിധം കൂടിയുണ്ട്. കാലുകൾ രണ്ട് നന്നായിട്ട് മുമ്പിലേക്ക് നീട്ടി സ്ട്രെച്ച് ചെയ്ത് തന്നെ വെക്കുക. കൈകളിതാ നമ്മുടെ ഷോൾഡർ ലെവലിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് നട്ടില് നിവർന്ന് നിൽക്കുക. അതിനുശേഷം വലത് കാല് പതുക്കെ മടക്കിയിട്ട് വലത് കാലിന്റെ ആംഗിളുകളിൽ അല്ലെങ്കിൽ ഈ കണങ്കാലില് നമ്മുടെ ഈ വശം വെക്കുക. അതിനുശേഷം ഇടത് കാല് മടക്കിയിട്ട് ഇടത് കാലിന്റെ കണങ്കാലില് ഇടതുവശവും വെച്ച് കഴിഞ്ഞാലാണ് വജ്രാസന. നമുക്ക് കാലുകൾ തുടയിൽ വെച്ച് നിവർന്ന് നിന്ന് കണ്ണുകൾ അടച്ചോ അല്ലെങ്കിൽ കണ്ണുകൾ തുറന്നോ, കണ്ണുകൾ അടച്ച് ചെയ്യാനാണ് എപ്പോഴും ഉത്തമം. നമ്മുടെ മനസ്സ് നന്നായിട്ട് ഫ്രീ ആക്കിക്കൊണ്ട് തന്നെ നമുക്കൊരു അല്പസമയം വിശ്രമിക്കുക. അതായത് സാധാരണ ശ്വാസഗതിയിൽ നമ്മൾ അല്പസമയം ഈ പോസിൽ നട്ടല് നിവർന്നു നിൽക്കുന്നതാണ് വജ്രാസന. തീർച്ചയായും അസിഡിറ്റി, ഗ്യാസ് ട്രബിള്, മറ്റ് വയറുമായിട്ട് എന്ത് അസുഖമുള്ളവരും ഇതൊന്ന് ശീലിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് കാലുകൾ സുഖാസനയിൽ ഇരിക്കാം. നമ്മൾ കാല് രണ്ടും ഇങ്ങനെ പാരലാക്കി വെച്ചിരിക്കാം, അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഒരു കാല് മറ്റു കാലിൽ വെച്ചുകൊണ്ട് ഇരിക്കുക. ഇതൊക്കെ നമ്മുടെ സുഖാസനകളിൽ സുഖമായിട്ട് നമുക്ക് ഇരിക്കാവുന്നതാണ്. അപ്പൊ നമ്മളങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുക. എന്ത് ചെയ്യാം, ഒരു കൈ മറ്റേ കൈത്തണ്ടയിൽ നന്നായിട്ട് കെട്ടിവെക്കുക. അതുപോലെ ബാക്കിൽ വശം ഇങ്ങനെ പിടിച്ചിട്ട് ബാക്ക് വശത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ ഈ വലത് കാലിന്റെ മുട്ടില് ഒന്ന് നമ്മുടെ നെറ്റ് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്തിട്ട് നിവർന്ന് നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ഇടതുകാലിന്റെ മുട്ടില് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് നിൽക്കുക. അതുപോലെ തന്നെ വീണ്ടും വലതുവശത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് നിവർന്നു, ഇടതുവശത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ നെറ്റി ടച്ച് ചെയ്യുക. നമുക്ക് എത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ വലിഞ്ഞ് നമ്മുടെ വയറ് ഇതിലേക്ക് അമർന്നു നിൽക്കുന്നതാണ് നമ്മുടെ അസിഡിറ്റിക്കുള്ള പ്രശ്ന പരിഹാരം. ഒരിക്കലും നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ കഴുത്ത് മാത്രം ഒരിക്കലും ബെൻഡ് ചെയ്ത് നമ്മൾ നട്ടലിന്റെ വശം മുന്നിലേക്ക് ബെൻഡ് ചെയ്ത് നമ്മുടെ വയറ് ഭാഗത്തേക്ക് നന്നായിട്ട് പ്രസ്സിങ് കിട്ടുന്നതാണ്. ഇത് നമ്മൾ കാലുകൾ കുറച്ചതാ ഇങ്ങനെ പതിച്ചു വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഒന്നുകൂടി മുന്നിലേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആദ്യം എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക.
അതിനുശേഷം മാത്രം അങ്ങനെ കാലുകൾ പതിച്ചു വെച്ച് ടച്ച് ചെയ്യാം. നമ്മൾ രണ്ടു വശങ്ങളിലേക്കും ചെയ്തതിനു ശേഷം കൈകൾ ഒരിക്കലും വിടരുത്. കൈകൾ ഇവിടെ തന്നെ നന്നായിട്ട് ബെൻഡ് ചെയ്യുക. നട്ടിൽ നിവർന്നതിന് ശേഷം മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് നമ്മുടെ നെറ്റി ഒന്ന് തറയിൽ ടച്ച് ചെയ്യാനുള്ള ശ്രമിക്കുക. നമുക്ക് ഒരു 5 സെക്കൻഡ് 1 2 3 4 5 ശ്വാസം എടുക്കുന്നു, ഉയരുന്നു, വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യുക. 5 സെക്കൻഡ് നിൽക്കുക. ഇത് നമുക്ക് ഏത് യോഗ വ്യായാമങ്ങളാണെങ്കിലും നമുക്ക് 3 പ്രാവശ്യമോ അതിൽ കൂടുതൽ നമുക്ക് ആവർത്തിച്ച് ചെയ്യാം. കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്തത് അസിഡിറ്റിക്കുള്ള വേറെ ഒരു ഏറ്റവും നല്ലൊരു വ്യായാമമാണ് മാർജാരാസനം എന്ന് പറയും. മാർജാരാസനം വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു പൂച്ച അല്ലെങ്കിൽ മൃഗങ്ങൾ നിൽക്കുന്ന പോലെ നമ്മൾ കൈകാലുകൾ കുത്തി നിൽക്കുന്നതാണ് അതിന്റെ പോസ്. കൈ കുത്തുന്നു, രണ്ട് കൈകളുടെയും കാൽമുട്ടുകൾ, കാലിന്റെ പാദങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചതുരത്തിന്റെ ഷേപ്പ് വരണം, റെക്റ്റാങ്കിൾ ഷേപ്പ് അവിടെ വരണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് പതിച്ചു വയ്ക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശിരസ് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക, പുറം നന്നായിട്ട് കുരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്നുണ്ടോ കൈകളുടെ ബലത്തിൽ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിടുമ്പോൾ ശിരസ് നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചു വെച്ചു കൊടുക്കുക, വയറ് അതുപോലെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പൊ ശിരസ് നന്നായിട്ട് താഴ്ത്തി കൊടുക്കുക, വയറുള്ളിലേക്ക് വലിക്കുക. വീണ്ടും ശ്വാസം എടുക്കുന്നു, മുകളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, പുറം നന്നായി കുരിച്ചു കൊടുക്കുക. ഒരു 5 സെക്കൻഡെങ്കിലും ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കുക. വീണ്ടും ശ്വാസം വിടുന്നു, ശിരസ് ഉള്ളിലേക്ക് ആക്കുന്നു, വയറുള്ളിലേക്ക് വലിച്ചു വെച്ചു കൊടുക്കുന്നു. 5 സെക്കൻഡ് നമുക്ക് ഇതേ പോസിൽ നിൽക്കാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ 3 പ്രാവശ്യമോ അതിൽ കൂടുതൽ പ്രാവശ്യമോ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ചിട്ട് ആവർത്തിച്ച് ചെയ്യാം. അപ്പൊ നമ്മള് വയറ് നന്നായിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കഴുത്ത് നന്നായി വലിച്ചു കൊടുക്കണം, പുറം നന്നായി കുടിച്ചു കൊടുക്കണം. ശ്വാസം വിട്ട് നമ്മൾ ഉള്ളിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ താടി കഴിയുന്നത് നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ താടിയിലെങ്കിലും ടച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തണം. വയറുള്ളിലേക്ക് വലിച്ചു കൊടുക്കണം. അപ്പോൾ സുഖമായിട്ട് നമ്മുടെ ഈ വയറുമായിട്ട് ഡൈജസ്റ്റീവ് ഭാഗങ്ങൾക്കൊക്കെ നന്നായിട്ട് മസാജും ഒക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് പശ്ചിമോത്താനാസന എന്ന് പറയും. കാലുകൾ നീട്ടി വയ്ക്കുക, കാലുകൾ നന്നായിട്ട് തന്നെ നീട്ടി വയ്ക്കുക, ചേർത്തിരിക്കണം. കാൽപാദം ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു വെച്ചു കൊടുക്കുക, ഉള്ളിലേക്ക് നാക്കുക. കൈകൾ നമ്മൾ ഷോൾഡർ ലെവലിൽ പ്രസ് ചെയ്തുകൊണ്ട് നിവർന്ന് തന്നെ നിൽക്കുക. കണ്ണുകൾ നേരെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴും യോഗയിൽ നമ്മൾ ഒരു പോസിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യോഗ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ സ്ഥിരം ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യം. നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മളത് വ്യായാമം ചെയ്യാം. ഇതുപോലെ നമ്മൾ കണ്ണുകൾ ഫോക്കസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക് വലിച്ച് ചെവിയോട് വലിച്ച് നന്നായിട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് ആഞ്ഞ് നമ്മുടെ നട്ടലിന്റെ മുൻവശം നന്നായിട്ട് മുന്നിലേക്ക് വയറ് നമ്മളിവിടെ പ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെ മുന്നിലേക്ക് ആഞ്ഞ് കാലിന്റെ തള്ളവരല് പറ്റുന്ന പോലെ പിടിക്കുക. എന്നിട്ട് നമ്മളത് ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും മുന്നിലേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ നെറ്റി കാലിന്റെ മുട്ടില് ടച്ച് ചെയ്യുന്ന പോലെ 1 2 3 4 5 ശ്വാസം എടുക്കുന്നു, കൈകൾ മുകളിലേക്ക് വലിച്ചുയരുന്നു. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്കാഞ്ഞ് കൈകളുടെ വിരലിൽ പിടിക്കുന്നു. തള്ളവിരൽ തന്നെ പിടിക്കുക. നെറ്റി കാലിന്റെ മുട്ടിൽ ടച്ച് ചെയ്യുക. 5 സെക്കൻഡ് സാധാരണ ശ്വാസഗതിയിൽ നിൽക്കുക. 1 2 3 4 5 ശ്വാസം എടുത്ത് ഉയരുക. ഇത് നമുക്ക് 3 അതിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യാം. എപ്പോഴും നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ശ്വാസഗതിയിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ ചെയ്യുന്ന രീതി, ഇപ്പൊ ശ്വാസം എടുത്ത് ഉയരുകയാണെങ്കിൽ ശ്വാസം വിട്ട് മുന്നിലേക്ക് ആഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ ശ്വാസമാണ് എടുക്കുക. അത് എപ്പോഴും എല്ലാ യോഗ വ്യായാമങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര സമയമാണോ കുറച്ച് സമയം ഹോൾഡ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള സമയം നമ്മൾ സാധാരണ ശ്വാസത്തിൽ തന്നെയാണ് നിൽക്കേണ്ടത്. ഇതാണ് പശ്ചിമോത്താനാസന പറയുന്നത്. നമ്മുടെ വയറ് നട്ടലിന്റെ ഭാഷം മുൻവശത്തേക്ക് ആഞ്ഞു തന്നെ ചെയ്യുക. വയറ് നന്നായിട്ട് പ്രസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് മലർന്ന് കിടന്ന് പവനമുക്താസനം. പവനമുക്താസനം അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, പൊളിച്ചതുകെട്ടൽ എല്ലാ പ്രശ്നങ്ങൾക്കും സുഖമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് പവനമുക്താസനം. നമ്മൾ ആദ്യം ഓരോ കാലുകളിലാണ് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് കാലുകൾ വലിച്ചു കിടക്കുക, കൈകൾ ശരീരത്തിനോട് ചേർത്ത് കമഴ്ത്തി വയ്ക്കുക. വലത് കാല് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തിയിട്ട് നന്നായിട്ട് ഉയർത്തി നമ്മുടെ കൈകൾ കോർത്ത് വയറിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. നന്നായിട്ട് വയറിലേക്ക് അമർത്തി തന്നെ വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ശിരസ് ഉയർത്തി
നെറ്റി കാലുകളുടെ മുട്ടുകളിൽ ടച്ച് ചെയ്യാനുള്ള ശ്രമം. 5 സെക്കൻഡ് ഇങ്ങനെ നിൽക്കാം. 1 2 3 4 5. ശ്വാസം എടുക്കുക, ഇട്ടുകൊണ്ട് പതുക്കെ ശിരസ് താഴെ വയ്ക്കുക. അതുപോലെ തന്നെ ഇടതുകാല് ശ്വാസം എടുത്ത് ഉയർത്തുന്നു, വയറിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ വലിച്ചു വെച്ചു കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് ഉയർത്തി നെറ്റി നന്നായിട്ട് ടച്ച് ചെയ്യിപ്പിക്കുക. 1 2 3 4 5. ശ്വാസം എടുക്കുന്നു, ശിരസ് മാറ്റി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ തറയിൽ നമ്മുടെ ശിരസ് വെക്കുക. ഇത് നമുക്ക് ഓരോ കാലും ഇതുപോലെ 5 സെക്കൻഡ് വീതം 3 അതിൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് ആവർത്തിച്ച് ചെയ്യാം. ഇനി നമ്മൾ 2 കാലുകൾ കൂടിയിട്ടാണ് ശ്വാസം എടുക്കുന്ന. കൈകൾ ശരീരത്തിനോട് ചേർത്ത് കവിഴ്ത്തി വെക്കുക. കണ്ണുകൾ നേരെ മേലിലേക്ക് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. കാലിൽ 2 മുട്ട് മടക്കി ശ്വാസം എടുത്തുകൊണ്ട് നന്നായിട്ട് മടക്കുക. കൈകൾ കോർത്ത് വയറിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് ഉയർത്തിയിട്ട് നമ്മുടെ നെറ്റി കാലുകളുടെ മുട്ടില് ടച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തുക. പറ്റുന്നവർ മാത്രം ചെയ്യുക, അല്ലാത്തവർ നിങ്ങൾക്ക് എത്രയാണ് ശിരസ് ഉയർത്താൻ പറ്റുന്നത് അവിടെ അത്രയും ഉയർത്തിയാൽ മതി. എന്നിട്ട് 5 സെക്കൻഡ് ഉയർത്താം. സാധാരണ ശ്വാസത്തില് 1 2 3 4 5. പതുക്കെ ശിരസ് താഴെ വയ്ക്കാം, റിലാക്സ് ചെയ്യാം. ഇതും തന്നെ നമുക്ക് വയറ് നന്നായിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിക്കണം. ശ്വാസം എടുത്ത് ശിരസ് ഉയർത്തി നമ്മൾ സാധാരണ ശ്വാസത്തില് 5 സെക്കൻഡ് 3 പ്രാവശ്യം 5 പ്രാവശ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് സമയം കിട്ടുന്നത് അതുപോലെ ചെയ്യാം. എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് സേതു ബന്ധനാസന എന്ന് പറയും. കാൽ 2 മുട്ട് മടക്കി കുത്തി വെക്കുക. കൈകൾ എന്ത് ചെയ്യാം, നമ്മുടെ കാലുകളുടെ ആംഗിളുകളിൽ അല്ലെങ്കിൽ കണങ്കാല് വശത്ത് നമുക്ക് ഓരോ കൈകൾ വലത് കൈ കൊണ്ട് വലത് കാലിന്റെ ആംഗിളില്, ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ ആംഗിളിൽ പിടിക്കാം. എന്നിട്ട് ശ്വാസം എടുത്ത് നമ്മളെ വയറുഭാഗം നന്നായിട്ട് ഉയർത്തി കൊടുക്കാം. നമ്മുടെ താടി ഇതിൽ ടച്ച് ചെയ്യുന്നത് പോലെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് സാധാരണ ശ്വാസത്തില് 1 2 3 4 5 ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴെ വയ്ക്കാം. വീണ്ടും ശ്വാസം എടുത്തിട്ട് നന്നായിട്ട് ഉയർത്തി കൊടുക്കാം. 1 2 3 4 5 പതുക്കെ താഴെ വെച്ചു കൊടുക്കുക ശ്വാസം വിട്ടുകൊണ്ട്. അപ്പൊ ശ്വാസം എടുക്കുമ്പോഴാണ് വയറ് ഉയർത്തി കൊടുക്കേണ്ടത്. നമ്മുടെ താടി പറ്റുന്നതും നമ്മുടെ ഈ നെഞ്ചുവശത്ത് ടച്ച് ചെയ്യാനുള്ള ശ്രമിക്കുക. തുടക്കക്കാരെല്ലാം പതുക്കെ പതുക്കെ ചെയ്ത് നമ്മളവിടെ ടച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഇനി ഇത് തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇതാ ഇങ്ങനെ 1 2 3 4 5 ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടും ചെയ്യാം. അത് നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കിനി അടുത്തത് നമ്മൾ കമിഴ്ന്ന് കിടന്നിട്ട് ചെയ്യുന്ന ഭുജംഗാസന. ഭുജംഗാസന കമിഴ്ന്ന് കിടക്കുന്നു. കൈകള് തറയില്, നമ്മുടെ താടി തറയിൽ വെക്കുക. കൈകൾ നമ്മുടെ ചെസ്റ്റിന്റെ വശങ്ങളിൽ അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ വശങ്ങളിൽ പ്രസ് ചെയ്ത് വെക്കുക. താടി തറയിൽ കുത്തിയതിനു ശേഷം കാലുകൾ പതിച്ചൊന്നായിട്ട് വലിച്ചു വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ വയറുവശത്തിന്റെ മുൻവശത്തേക്ക് ഉയർത്തി കൊടുക്കുക. കൈകൾ ശരീരത്തിനോട് ചേർന്ന് നിൽക്കട്ടെ. 1 2 3 4 5 പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് വയ്ക്കുക. ശ്രദ്ധിക്കേണ്ടത് കൈകൾ നമ്മുടെ ചെസ്റ്റിന്റെ വശങ്ങളിലായിരിക്കണം. ശരീരത്തിനോട് ചേർന്ന് ഇങ്ങനെ അമർന്ന് നിൽക്കണം. വയറിന് മുൻവശത്തേക്കുള്ള ഭാഗം ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുമ്പോൾ ഉയരാൻ ശ്രമിക്കണം. ശ്വാസം എടുക്കുന്നു. 1 2 3 4 5 പതുക്കെ ശ്വാസം ഇട്ടുകൊണ്ട് വെച്ചു കൊടുക്കാം. ഇത് 3 പ്രാവശ്യം 5 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ശലഭാസന എന്ന് പറയും. കമിഴ്ന്ന് കിടന്ന് തന്നെയാണ്. കൈകളിതാ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് നമ്മുടെ കാലുകളുടെ തുടയുടെ അടിയിലേക്ക് വെച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുക. കൈകൾ ഇങ്ങനെ നമ്മുടെ വെക്കുമ്പോൾ നമ്മുടെ തുടകളുടെ അടിയിൽ ഇതേ ഇങ്ങനെ മലർന്ന് വരണം. കൈ മുഷ്ടി ചുരുട്ടിയത് ഇതുപോലെ വെച്ചു കൊടുക്കുന്നു. താടി തറയിൽ കുത്തുന്നു. കാലുകൾ നന്നായിട്ട് വലിച്ചു വയ്ക്കുക. ശ്വാസം എടുത്തോണ്ടിട്ട് കാലുകളും ഉയർത്തി കൊടുക്കുകയാണ് വേണ്ടത്. ശ്വാസം എടുക്കുന്നു, ഇരുകാലുകളും ഉയർത്തുന്നു. നന്നായിട്ട് ഉയർത്താനുള്ള ശ്രമിക്കുക. പറ്റുന്നത് പോലെ ഇട്ടാ തുടക്കക്കാർ എപ്പോഴും പറ്റുന്നത് പോലെ ചെയ്യാം. എന്നിട്ട് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം നന്നായിട്ട് ഉയർത്തുക. 1 2 3 4 5 ശ്വാസം വിടുമ്പോൾ പതുക്കെ
വെച്ച് കൊടുക്കുക. ശ്വാസം എടുത്ത് ഉയർത്തി നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ ശ്വാസഗതിയിലാണ് നിൽക്കേണ്ടത്. ശ്വാസം എടുക്കുന്നു, ഉയർത്തുന്നു, കൗണ്ട് ചെയ്യുമ്പോൾ സാധാരണ ശ്വാസത്തില് 1 2 3 4 5 പതുക്കെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാം. കൈകളിതാ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വയ്ക്കുക. താടി തറയിൽ വയ്ക്കുക. കാലുകൾ അകത്തി, കാലുകളുടെ ആംഗിളുകൾ ഉള്ളിൽ വരുന്നത് പോലെ കാലുകൾ അകത്തി വയ്ക്കുക. നമ്മുടെ ചെവി കൈകളിൽ വെച്ച് വലതുവശോ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുകയോ അല്ലെങ്കിൽ താടി കൈവിരലുകൾ വെച്ച് നമുക്ക് റിലാക്സ് ചെയ്യുകയോ ചെയ്യാം. നമ്മുടെ ശ്വാസഗതി നേരായി വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ കിടന്ന് റിലാക്സ് ചെയ്യാം. എഴുന്നേറ്റതിന് ശേഷം അഗ്നിസാര ക്രിയയാണ്. നമ്മുടെ അസിഡിറ്റി മാറാൻ നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു ക്രിയ കൂടിയാണിത്. കാലുകളിതാ സുഖാസനയിലിരിക്കുക. സുഖമായിട്ട് പാരലായിട്ട് വെച്ചിട്ടോ ചമ്രം പടിഞ്ഞോ അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിലിരിക്കാം. അതിനുശേഷം നട്ടൽ നിവർന്നതിന് ശേഷം ശ്വാസം എടുക്കുന്നു. കൈകൾ മുകളിലേക്ക് നന്നായിട്ട് വലിച്ച് ചെവിയുടെ വശത്തേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴത്തേക്ക് കൊണ്ടുവരിക. കാലുകളുടെ മുട്ടുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക. ശരീരം അല്പം മുന്നിലേക്ക് ആഞ്ഞ് ശിരസ് താഴ്ത്തി നമ്മുടെ വയറിങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് അഗ്നിസാര ക്രിയ. ശ്രദ്ധിക്കേണ്ടത് ശ്വാസം നന്നായിട്ട് എടുക്കണം. അത്രയും ശ്വാസം പുറത്തേക്ക് വിടണം. കാലുകളുടെ മുട്ടിൽ പ്രസ് ചെയ്യണം. നമ്മുടെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരീരം അല്പം മുന്നിലേക്ക് ആഞ്ഞതിന് ശേഷം വേണം നമ്മുടെ വയറിങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ തുടക്കക്കാർക്ക് ഒരിക്കലും കുറച്ച് സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ 2 3 പ്രാവശ്യം ആവർത്തി ചെയ്യുക. എന്നിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം ഒരല്പസമയം തുടർച്ചയായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. അഗ്നിസാര ക്രിയ. അതിനുശേഷം നമുക്ക് കാലുകളൊക്കെ അകത്തി കൈകാലുകളൊക്കെ റിലാക്സ് ചെയ്ത് വെച്ച് കൈക്ക് നന്നായി അയച്ചു കൊടുത്ത് നട്ടെല്ലൊക്കെ നിവർന്ന് അല്പസമയം കണ്ണുകൾ അടച്ച് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന വൈബ്രേഷനും നമ്മുടെ ശരീരത്തിനുള്ളിൽ നമുക്ക് അനുഭവപ്പെടുന്ന വിറയലും നമ്മുടെ ശ്വാസഗതിയൊക്കെ ശ്രദ്ധിച്ച് നമുക്കൊരു 5 സെക്കൻഡോ 15 സെക്കൻഡോ നമുക്ക് നിൽക്കാം. നമ്മുടെ റിലാക്സ് ആവുന്നത് വരെ നമുക്ക് ഈ പോസിൽ തന്നെ നമുക്ക് നിൽക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കുഞ്ഞ് യോഗ വ്യായാമം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മളിത് ആദ്യ ദിനങ്ങളിൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഏത് വ്യായാമം ചെയ്യുമ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. അത് പതുക്കെ പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇത് ശീലമാക്കുക. ദിവസവും കിട്ടുന്ന സമയത്ത് നിങ്ങളിത് ചെയ്തു നോക്കുക. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുക മാത്രമല്ല നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ നമുക്ക് നന്നായിട്ട് ആരോഗ്യം, ഉന്മേഷം, സന്തോഷമൊക്കെ നമുക്ക് കിട്ടും. മാത്രമല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും ഉപകാരപ്രദമാവുന്ന പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.